നിന്ന് നോക്കേണ്ടതല്ലേ ഞാൻ? ആശ്വസിപ്പിക്കേണ്ടതല്ലേ ഞാൻ? ഇപ്പോഴത്തെ സാഹചര്യങ്ങള് നമുക്ക് രണ്ടുപേർക്കും അറിയാലോ. എനിക്ക് പരാതിയൊന്നുമില്ല. പേടിച്ചിട്ടാ ഞാൻ ബഹളം വെച്ച് അങ്ങോട്ട് വന്ന എന്നെ ആയിരിക്കില്ല, ഹരിയായിരിക്കും അയാള് ദ്രോഹിക്കുന്ന. എന്നെ കൊണ്ട് അത് താങ്ങാൻ പറ്റില്ല. താൻ കരയാതടോ. നമ്മുടെ വിധി ഇതാ. ഒരുപാട് കാലം അടുത്തുണ്ടായിട്ടും തിരിച്ചറിഞ്ഞില്ല. തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഇങ്ങനെയായി. എനിക്ക് ഹരിയെ കാണണം. അങ്ങോട്ട് വരുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ലടോ. അമ്മാവനും ഇപ്പൊ എനിക്കെതിരാ. വേണ്ട, ഇവിടെ വെച്ച് വേണ്ട. നാളെ ഹരിക്കൊന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ? അവരാരും കാണാതെ കുറച്ചു നേരം നമുക്ക് എവിടെയെങ്കിലും. വരാം. രാവിലെ അമ്പലത്തിൽ പോവാണെന്ന് പറഞ്ഞ് ഇറങ്ങിക്കോളാം. വഴിയിൽ വെച്ച് കാണാം നമുക്ക്. ഭക്ഷണം കഴിച്ചോ? കഴിച്ചില്ലല്ലേ? കഴിക്കാം. മരുന്നുള്ളതല്ലേ, സമയത്തിന് കഴിക്കണം. താൻ ഫോൺ വെച്ചോ. ഇനി വെറുതെ നിന്ന് കരയണ്ട. ഒരാളോട് ഒരു തെറ്റും ഞാനായിട്ട് ചെയ്തത് എനിക്ക് ഓർമ്മയില്ല. ദൈവങ്ങളോടുള്ള പ്രാർത്ഥന ഒരു ദിവസം പോലും മുടക്കിയിട്ടുമില്ല. എന്നിട്ടും കഥ എഴുതുമ്പോ വേറുപിരിഞ്ഞു നിൽക്കുന്നവരുടെ സങ്കടങ്ങളാ ഏറ്റവും നല്ലതായി എഴുതുന്നത്. പക്ഷെ അത് അനുഭവിക്കുമ്പോഴുള്ളൊരു സങ്കടമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. മറ്റുള്ളവരുടെ വേദനകൾക്ക് വാക്ക് കൽപ്പിക്കാൻ എളുപ്പമാണോ? പക്ഷെ സ്വന്തം വേദനയുടെ മുന്നില് വാക്കുകളൊക്കെ ശൂന്യാവുക. ഹരി, നാളെ കാണാം നമുക്ക്. നാളെ കാണണം. അല്ലാതെ പറ്റില്ല എന്നെ കൊണ്ട്. എല്ലാവരോടും കൂടിയാണ് പറഞ്ഞത്. നീ എവിടെയായിരുന്നു? കടവരേക്കും പോയി സാർ. നിത്യ എവിടെ പോയെന്ന് നിനക്കറിയോ? தெரியாது സാർ. എന്തു വാങ്ങാനാ നീ കടയിൽ പോയേ? അത് ഇവിടെ ആർക്കാടാ പച്ചമരുന്നിന്റെ ആവശ്യം? ഇത് നിന്നെ കൊണ്ട് ആരാ വാങ്ങിപ്പിച്ചേ? നിത്യാമ്മ ചൊല്ലിയാച്ചു സാർ. ഹരിക്കുള്ളതായിരിക്കും അല്ലേ? എന്താ അച്ഛാ, അവരോടില്ലേ? ഇല്ല. ഉണ്ടാവോ അച്ഛാ? അവരെ മുറിയിൽ അടച്ചിട്ട് അവർക്ക് വേണ്ടി കാവൽ നിൽക്കുകയായിരിക്കും ഈ കാരണവര്. ഞാൻ പോയി നോക്കാം. മകനെ പിടിച്ചു നിർത്ത്. വീട്ടിൽ കയറി വന്നിട്ട് പോകൃത്തനെ കാണിക്കല്ലേ രഘു. തന്റെ മോനെ പിടിച്ചോണ്ട് പോ. എന്റെ വീട്ടിൽ കയറി വന്നിട്ട് അതിക്രമം കാണിച്ചാലേ ഞാൻ വെറുതെ കൈ കെട്ടി നോക്കി നിൽക്കുകയല്ല. താനെന്നെ എന്ത് ചെയ്യുന്ന പറഞ്ഞേ?
കൊലപാതകി കൊലപാതകി എന്ന് വിളിക്കാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. കൊന്നിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യും. പിന്നെ എന്തിനാ കാരണവരെ സ്വന്തം മരണം വിളിച്ചു വരുത്തുന്നത്? പറ, എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നവരെ? മരണം കൊണ്ടുവരാൻ നീ ആരടാ? കാലന്റെ അപ്പൂപ്പന. എടാ, നിന്നെ കാണുമ്പോ പേടിക്കുന്ന പലരും നീ കണ്ടിട്ടുണ്ടാവും കേട്ടാ. അച്ഛൻ പോലും കിടുങ്ങി വറച്ച് തൊഴു കൈയായിട്ട് നിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ടാവും. പക്ഷേ എടാ, രാമകൃഷ്ണനെ പേടിപ്പിക്കാനേ നീ വളർന്നിട്ടില്ല കേട്ടോ. എന്റെ മോനെതിരെ നീ കേസെടുപ്പിച്ചു. അവനെ കൊടുക്കാനുള്ള രേഖ ഉണ്ടാക്കി നീ കയ്യിലും വെച്ചു. നിന്റെ കമ്പനിയുടെ വലിപ്പം കാണിച്ചോണ്ട് ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ, ഇപ്പോഴല്ല പണ്ട് പാടത്ത് പണിയെടുത്തിന്റെ തഴമ്പാണ് ഈ കയ്യില്. നീ എന്റെ മോന്റെ കയ്യല്ലേ ഓടിച്ചോളൂ, ഞാൻ നിന്റെ കഴുത്തായിരിക്കും ഓടിക്കുക കേട്ടോടാ. കാരണവരെ, പാടത്തുണ്ടാക്കിയ തഴമ്പൊക്കെ താൻ 8 മടക്കി പോക്കറ്റിൽ വെച്ചാ മതി, ഇങ്ങോട്ട് ഇറക്കണ്ട. അവരെ ഞാൻ കണ്ടുപിടിച്ചോളാം. ഇറങ്ങിപ്പോയ മകനില്ലേ, പൂർണ്ണ രൂപത്തിൽ തിരിച്ചു വരാനായിട്ട് താൻ പ്രാർത്ഥിക്ക്. നീ പോടാ ചെക്ക.